ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മൂന്നാം സീറ്റ് എന്ന പിടിവാശി ഉപേക്ഷിച്ച് ഒടുവിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ലീഗ് മത്സരിക്കുക 2 സീറ്റിലെന്ന് സാദിഖ് അലി തങ്ങൾ അറിയിച്ചു. മലപ്പുറത്ത് ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയുമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ. അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗ് ഉറപ്പിച്ചെന്നും അതിൽ ആര് മത്സരിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നും തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുൽ സമദ് സമദാനി സാഹിബാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ്, സിറ്റിംഗ് MP ആണ്. അദ്ദേഹം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതേസമയം സിറ്റിംഗ് MPമാരുടെ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറിയത് വിശദീകരിക്കാൻ കഴിയാതെ ലീഗ് നേതൃത്വം അണ്ടർസ്റ്റുഡ് അല്ലേ എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ നേതാക്കന്മാരുടെ സേവനം എല്ലായിടത്തും വേണമെന്നായിരുന്നു തങ്ങളുടെ പ്രതികരണം. പിന്നെ കേരളത്തിൽ UDF ആയിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ, നിങ്ങൾക്ക് അതിനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പാർട്ടി നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപേ 3ാം സീറ്റ് ലീഗിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചതും ശ്രദ്ധേയമായി. ലീഗ് സമ്മർദ്ദ ശക്തിയാണെന്ന പ്രചാരണത്തിന് തടയിടാനായിരുന്നു സതീശന്റെ മുൻകൂട്ടിയുള്ള ഈ പ്രഖ്യാപനം. രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസിന്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. 2 സീറ്റ് ഒടുവിൽ ലീഗ് അതിന് വഴങ്ങുമെന്നത് പൊതുവെ എല്ലാവരും കരുതിയതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറും എന്നതും ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിലും അപ്രതീക്ഷിതമായ ഒന്നുമില്ല. എന്താണ് ചർച്ചകളിൽ നടന്നത്? അണികളെ ഇനിയിപ്പോൾ 3ാം സീറ്റ് എന്ന കടുംപിടുത്തം ഉപേക്ഷിക്കാൻ രാജ്യസഭ എന്നത് അത് ബോധ്യപ്പെടുത്തിയാൽ പ്രശ്നങ്ങളൊക്കെ തീരും. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് മത്സര ഗോതയിലേക്ക് ഇറങ്ങുകയാണോ ലീഗും? വിജയകുമാർ, മുസ്ലിം ലീഗും മത്സര ഗോധയിലേക്ക് ഇറങ്ങുകയാണ്. അണികളെ ഇക്കാര്യം വളരെ കൃത്യമായി വളരെ എളുപ്പത്തിൽ തന്നെ ബോധ്യപ്പെടുത്താനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നിലവിൽ മുസ്ലിം ലീഗ് ഉള്ളത്. ഇന്ന് യോഗം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മലപ്പുറം ആദ്യം മുതലേ തീരുമാനമായിരുന്നു. പിന്നീട് പൊന്നാനിയിലുമായിരുന്നു ഈ സംശയങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നത്. അപ്പോൾ പിന്നീട് യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ ഫൈസൽ ബാബുവിന്റെ പേര് ഈ യോഗത്തിൽ പൊന്നാനിയിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉയർന്നെങ്കിലും പിന്നീട് നേതാക്കളെല്ലാവരും തന്നെ നിലവിൽ ഒരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ലെന്നും അബ്ദുൽ സമദ് സമദാനി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും നേതാക്കൾ എത്തുകയായിരുന്നു. കാരണം പൊന്നാനി എന്നുള്ളത് നിലവിൽ അല്പം ബുദ്ധിമുട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നേതാക്കളുടെ വിലയിരുത്തൽ. കാരണം നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലം എന്നുള്ളത്. 4 നിയമസഭാ മണ്ഡലങ്ങൾ നിലവിൽ LDF-നും 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് UDF-നും ഉള്ളത്. അതോടൊപ്പം തന്നെ ലീഗിൽ നിന്നും പുറത്തേക്ക് പോയ ഒരാൾ കൂടിയാണ് സ്ഥാനാർത്ഥിയെ വരുന്നത് എന്നുള്ളതും മുസ്ലിം ലീഗ് ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നു. ഈ ഒരു ഘട്ടത്തിൽ അബ്ദുൽ സമദ് സമദാനി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തുകയായിരുന്നു. അതിനൊരു കാരണമായി പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് സമദാനി എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് മതസംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. നിലവിൽ ഏത് സംഘടനയും അദ്ദേഹത്തിന് എതിരെ നിലനിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതര മതസ്ഥർക്കും അംഗീകരിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സമദാനി എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വം ഉണ്ടാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് സമദാനിയെ തെരഞ്ഞെടുത്തത്. മലപ്പുറത്ത് ടി മുഹമ്മദ് ബഷീർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നാട് ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് മലപ്പുറം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് കൂടിയ പശ്ചാത്തലത്തിലാണ് നിലവിൽ ETA മലപ്പുറത്ത് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയത്. പിന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരത്തെ തന്നെ 3
മൂന്നാം സീറ്റിൽ കടുംപിടുത്തം വേണ്ടെന്നും പകരം രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ നമുക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരുന്നു. പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപനം മാത്രമാണ് ഇന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായൊന്നും ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും മുസ്ലിം ലീഗും നാളെ നടക്കുന്ന നേതൃയോഗത്തിന് ശേഷം, അല്ലെങ്കിൽ നാളെ മലപ്പുറത്ത് പൊന്നാനിയിൽ നേതൃയോഗം നടക്കും. അതിനുശേഷം മുസ്ലിം ലീഗും സജീവമായ പ്രചാരണ വെച്ചുമാറ്റത്തിന്റെ കാരണം എന്ത് എന്നതിൽ ഒരു തൃപ്തികരമായ മറുപടി പി കെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറഞ്ഞത് കേട്ടില്ല വാർത്താ സമ്മേളനത്തിൽ. ഈ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി അതിനൊരു കാരണമാണോ എന്ന് ആളുകൾ സംശയിച്ചേക്കാം. പക്ഷേ അതിനു മുമ്പ് തന്നെ ലീഗിൽ ഈ വെച്ചുമാറ്റ ചർച്ചകൾ തുടങ്ങി എന്നത് മാധ്യമ വാർത്തകളിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് കേട്ടിരുന്നതാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ലീഗ് വെച്ചുമാറുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറ്റു വ്യാഖ്യാനങ്ങൾക്കിടയുണ്ടായേക്കുമോ? നിലവിലെ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥി അല്ല ഈ ഒരു വെച്ചുമാറലിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പൊന്നാനിയിൽ തുടക്കം മുതൽ തന്നെ E.T. മുഹമ്മദ് ബഷീർ എംപിക്കെതിരെ ഒരു ചെറിയൊരു വികാരമുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ E.T. മുഹമ്മദ് ബഷീർ എംപി മലപ്പുറം ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ KS ഹംസ LDF സ്ഥാനാർത്ഥിയെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ KS ഹംസയല്ല നിലവിൽ പൊന്നാനിയിലെ സീറ്റ് വെച്ച്, അല്ലെങ്കിൽ ഈ രണ്ട് സീറ്റുകൾ തമ്മിൽ വെച്ചു മാറാനുള്ള കാരണമായി പറയുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും E.T. തുടക്കം മുതലേ ആവശ്യപ്പെട്ടത് കൂടിയായിരുന്നു മലപ്പുറം വേണമെന്നും അദ്ദേഹത്തിന്റെ നാടാണെന്നും. കാരണം പലതവണ ലോക്സഭയിലേക്ക് എത്തിയെങ്കിലും നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ജനവിധി തേടണമെന്നുള്ള ആവശ്യം നേരത്തെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പൊന്നാനിയിലേക്ക് തന്നെ ഏറെ ദൂരമുണ്ട്, മണ്ഡലത്തിൽ പോകാനുള്ള തടസ്സങ്ങൾ, പ്രായം എല്ലാം തന്നെ കണക്കിലെടുത്ത് മലപ്പുറം വേണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത് പരിഗണിച്ചു കൂടിയാണ് നിലവിൽ ഇത്തരം ഒരു പരസ്പരം വെച്ചുമാറൽ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും കാര്യം. അതോടൊപ്പം തന്നെ എന്നാൽ പൊന്നാനിയിൽ ആര് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി മത്സരിപ്പിക്കണോ, അതല്ല വരാനിരിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് അബ്ദുൾ സമദ് സമദാനിയെ പരിഗണിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഒപ്പം തന്നെ ഒരു അനിശ്ചിതത്വവും നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് ഇന്ന് നടന്ന ചർച്ചയിൽ അത്തരമൊരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ല, രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ അപ്പോൾ പരിഗണിക്കാം, നിലവിൽ സമദാനി തന്നെ പൊന്നാനിയിൽ മത്സരിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേരുകയായിരുന്നു. വിജയകുമാർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. അതേസമയം വിജയപ്രതീക്ഷ പങ്കുവച്ച് T. മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സംസ്ഥാനത്ത് UDF അനുകൂല സാഹചര്യമെന്ന് ഇരുവരും പ്രതികരിച്ചു. വലിയൊരു അംഗീകാരമാണ് പാർട്ടി ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം. അത് കണക്കിലെടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യും. ഇലക്ഷൻ വർക്കും അതിനുശേഷം ജയിച്ചു വരുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിലെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിൽ പാർലമെന്റ് മെമ്പർമാർക്ക് വളരെ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതും ചെയ്യും. വളരെ വലിയ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ചുമതല അത് ഏറ്റെടുക്കുന്നു. പൊന്നാനി നമ്മുടെ പ്രദേശമാണ്, നമ്മുടെ നാടാണ്, എൻ്റെ പ്രദേശം കൂടിയാണ്. ഞാൻ അവിടുത്തുകാരനാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്, തിളങ്ങുന്ന ചരിത്രം. വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്തും UDFന്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന ഒരു പ്രദേശമെന്ന പാരമ്പര്യമുണ്ട്. അത് ഈ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസും. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയും യോഗം ചേരും. KPCC അധ്യക്ഷൻ മത്സരിക്കുമെന്നത് അഭ്യൂഹം മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. KPCC പ്രസിഡന്റിന് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിൻ്റെ അകത്ത് മുഖ്യം. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചു. പിന്നെ പാർട്ടി പറയുന്ന ഏത് കാര്യങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം ഇതിനു മുമ്പേ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. സിറ്റിംഗ് MPമാർ മത്സരിക്കുമെന്നതാണ് കോൺഗ്രസിലെ ധാരണ. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നിലപാട് അറിയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, AICC ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ച, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പ്രധാനപ്പെട്ടതാണ്. സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കുമെന്നതാണ് ഒരു പൊതു നയം. പക്ഷേ കണ്ണൂരിൽ സുധാകരൻ ഉണ്ടാകുമോ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഇന്നും നാളെയുമായി ഒരു ഉത്തരം കിട്ടുമോ?
തീർച്ചയായും വിജയകുമാർ, കാരണം ഈ കോൺഗ്രസ് ലീഗിന് മുന്നിൽ വെച്ച ഫോർമുല ലീഗ് അംഗീകരിച്ചതോടെയാണ് ഈ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാവുകയും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഇപ്പോൾ കടക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കേരളത്തിന്റെ തന്നെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഇന്നും നാളെയും യോഗം ചേരും. നാളെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം വയനാട്, ആലപ്പുഴ സീറ്റുകളിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നതാണ് കേരള ഘടകത്തിന്റെ ആഗ്രഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമെന്നൊരു വിശദീകരണം മാത്രമാണ് നേതാക്കൾ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ നിലവിലെ സിറ്റിംഗ് MP-മാർ മത്സരിക്കണം എന്നതാണ്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത് K സുധാകരൻ മത്സരിക്കുമോ എന്ന കാര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ അഭ്യൂഹം മാത്രമാണ് എന്നും ഇനി വരുന്ന യോഗത്തിലും മറ്റ് ചർച്ചകളിലും മാത്രമായിരിക്കും ആരൊക്കെ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. എന്തായാലും വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലടക്കം പ്രമുഖരായ സ്ഥാനാർത്ഥികളെ നിർത്തുക, ഒപ്പം സിറ്റിംഗ് MP-മാരെ തുടരാനുള്ള അല്ലെങ്കിൽ അവരെ അവിടെ തന്നെ നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരിക്കും എന്തായാലും കോൺഗ്രസ് നടത്തുന്നത്. LDF സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങുക എന്നതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഈ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുകയും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വിജയകുമാർ. യെസ്, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ആര്, കണ്ണൂരിൽ ആര്, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരികെ എത്തുമോ? ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഈ ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടത്. അതിൽ വയനാട്ടിലെ കാര്യത്തിൽ ഒരു തീരുമാനം രാഹുൽ ഗാന്ധി തന്നെ എടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. KPCC അധ്യക്ഷൻ മത്സരിക്കണമോ എന്നതിലെ തീരുമാനവും ഹൈക്കമാൻഡ് എടുക്കും. KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. അദ്ദേഹത്തിന് ചോയ്സാണ് എന്നാണ് KPCC നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ അറിയിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശിൽ ഭരണം അട്ടിമറിക്കാൻ BJP-യും ഭരണം നിലനിർത്താൻ കോൺഗ്രസും അവസാന തന്ത്രങ്ങൾ പയറ്റുകയാണ്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റി പ്രതിസന്ധി പരിഹരിക്കാൻ ഹൈക്കമാൻഡും രംഗത്തുണ്ട്. 3 വിമത MLA-മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് സുഖുവിനെ ബലി കൊടുക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. വിമത ശല്യത്തിനിടെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു. वर्तमान परिस्थिति में मेरा इस सरकार में बने रहना ठीक नहीं है, इसलिए आज मैंने ये निर्णय लिया है that I am resigning from the Council of Ministers. मैं इस सरकार से एक मंत्री के रूप में इस्तीफा दे रहा हूं जो मैंने निर्णय लिया है. आने वाले समय में with due consultation with our people मैं सबसे बात करूंगा. जो हमारे चाहने वाले हैं, हमारे लोग हैं, हमारे समर्थक हैं, उनके साथ बात करके, उनके साथ चर्चा करके, उनके साथ विचार विमर्श करके आने वाले समय में फ्यूचर कोर्स ऑफ एक्शन को जो है वो डिसाइड किया जाएगा. വിക്രമാദിത്യ സിംഗിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി ചർച്ചകൾ നടത്തി. അട്ടിമറി നീക്കം തടയാൻ 14 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ നടപടിക്കെതിരെ MLA-മാർ നിയമസഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് നേരത്തെ ഗവർണറെ കണ്ട് BJP നേതൃത്വം അറിയിച്ചിരുന്നു. R രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. എന്താണ് പുതിയ വിവരങ്ങൾ? സമവായ നീക്കം, അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ മാറ്റി വേറൊരു പാർലമെന്ററി പാർട്ടി നേതാവിനെ കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ നീക്കം അത് ഫലം കാണുമോ? അവിടെയും ക്ലെയിം കൂടുതലാണല്ലോ, കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച് രംഗത്തുണ്ടല്ലോ. എങ്ങനെ അനുനയം നടക്കും ഹിമാചലിൽ?
സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും പരിശോധിക്കുകയാണ് വിജയൻ. കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയന് സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ രീതിയിൽ കോൺഗ്രസിന് അനിവാര്യമാണ് ഉത്തരേന്ത്യയിൽ ഈ സംസ്ഥാനം നിലനിർത്തി പോവുക എന്നുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതോടുകൂടി തന്നെ ഒരു സമവായ സാധ്യത എങ്ങനെ എന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കൂടുതൽ ഉപമുഖ്യമന്ത്രി പദം ഒക്കെ വച്ചുകൊണ്ടുള്ള ഒരു സമവായം എന്ന വിധത്തിലേക്ക് നീങ്ങുന്നു. ഈ വിക്രമാദിത്യ സിംഗിന് മുഖ്യമന്ത്രി പദം എന്ന ഒരു ആവശ്യം അദ്ദേഹം പരോക്ഷമായിട്ട് നൽകി കഴിഞ്ഞു. ഇല്ലെങ്കിൽ താൻ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹകരിച്ചു പോകാനായിട്ട് തയ്യാറാകില്ല. തന്നോടൊപ്പമുള്ള MLA-മാരുമായി മാറി നിന്ന് ഒരു ഗ്രൂപ്പായോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റ് സാധ്യതകൾ തേടുകയോ ചെയ്യും എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഇടപെടൽ ഈ നിമിഷം വരെ നമുക്ക് വേണ്ട വിധത്തിൽ വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വിമതര ആയി മാറിയിട്ടുള്ള ഇന്നലെ ക്രോസ് വോട്ട് ചെയ്ത 6 MLA-മാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കൊരു അന്ത്യശാസനം നൽകിയിരുന്നു. ഉച്ചയ്ക്ക് 1:30 മണിക്ക് മുമ്പേ അവർക്ക് വിശദീകരണം നൽകണം എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു വിശദീകരണം അവർ നൽകിയിട്ടില്ല. അഥവാ വാക്കാൽ നൽകിയ മറുപടി ആയിട്ടുള്ളത് തങ്ങൾ ഉത്തമ ബോധ്യത്തിലെടുത്ത തീരുമാനം പാർട്ടി നിലപാടുകൾക്ക് അഥവാ താല്പര്യങ്ങൾക്ക് ഉചിതമാണ് എന്ന ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തങ്ങൾ അത്തരത്തിലുള്ള തീരുമാനം എടുത്തത് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇനിയുള്ളത് സുഖുവിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള സുഖുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് താൻ മാറി നിൽക്കാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും, അതുകൊണ്ടെങ്കിൽ അതിന് താൻ ഒരുക്കമാണ് എന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. വിക്രമാദിത്യ സിംഗിനോട് കോൺഗ്രസ് സംസാരിക്കുന്നുണ്ട്. സമവായ സാധ്യത രൂപപ്പെടും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഈ അനുനയ നീക്കങ്ങൾ നടക്കുന്നതിനിടെ മന്ത്രിസ്ഥാനം അടക്കം രാജിവെച്ച വിക്രമാദിത്യ സിംഗിന് മുഖ്യമന്ത്രി പദം നൽകിയാൽ അത് തെറ്റായിട്ടുള്ള കീഴ്വഴക്കവും സന്ദേശവും നൽകും എന്ന് ഉള്ള അഭിപ്രായമാണ് ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കുള്ളത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോവുകയും ഉപമുഖ്യമന്ത്രി പദം അടക്കമുള്ളവ നൽകി തൽക്കാലം വിക്രമാദിത്യ സിംഗിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമമായിരിക്കും ഉണ്ടാകാനായി പോവുക. പക്ഷേ അത് എത്ര നാളത്തേക്ക് തുടരും എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അറിയില്ല. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവിടെ സർക്കാർ നിലനിന്ന് പോവുക എന്നുള്ളത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരിക്കുന്നു. വിജയൻ. ശരി RK, ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിൽ കോൺഗ്രസിന് അവശേഷിക്കുന്ന ഏക ഗവൺമെന്റാണ് ഹിമാചലിലേത്. അതിങ്ങനെ ആടി ഉലയുകയാണ്. വീരഭദ്ര സിംഗ് എന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അന്തരിച്ച നേതാവിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗിനെ കേന്ദ്രീകരിച്ചാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത്. അദ്ദേഹം ഇന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. BJP-യുടെ നീക്കവും നിർണായകമാണ്. വിവരങ്ങളാണ് R രാധാകൃഷ്ണൻ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല. പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഇത് സാഹചര്യം സങ്കീർണമാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജിയിലെ കീഴ്ക്കോടതി നിരീക്ഷണങ്ങൾ പ്രധാന കേസിനെ ബാധിക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഇത് പരിശോധിച്ച് തീർപ്പാക്കുകയാണെന്ന് കോടതി ആമുഖമായി പറഞ്ഞുവെന്ന് റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ എന്താണ് കോടതി ഈ സാങ്കേതിക കാരണങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഹർജി തീർപ്പാക്കുകയാണോ ഇന്ന് ചെയ്തത്? വിചാരണ കോടതി കണ്ടെത്തിയതിനപ്പുറം മറ്റൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല, ഈ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിരാകരിച്ച വിചാരണ കോടതിയുടെ നടപടിയിൽ അപാകതയില്ല എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. അതുമാത്രമല്ല, ഈ ജാമ്യം ഇപ്പോൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകും, അത് നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കോടതി പറയുന്നു. വിചാരണ നടപടികളെ ഇത് ബാധിക്കും എന്നും കോടതി കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഏതെങ്കിലും തരത്തിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ആ കേസിലേക്കായിരിക്കും ഫോക്കസ് കൂടുതലായി പോകുന്നത്. ഈ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു, അത് വീണ്ടും നീളാൻ കാരണമാകും. ഇതും കോടതി കണക്കിലെടുക്കുകയുണ്ടായി. ദിലീപിനെതിരായ ആക്ഷേപത്തിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിരസിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് അത് കീഴ്ക്കോടതിയിൽ ഇരിക്കുന്ന പ്രധാന കേസിനെ ബാധിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, നിരവധി തെളിവുകൾ അതിന് തങ്ങളുടെ കൈവശമുണ്ട്, അതിനാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം, ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ശരി ശ്രീകാന്ത്, എന്തായാലും അതിന്റെ ഹർജിയുടെ മെറിറ്റിലേക്ക് കടക്കാതെ ഇത് സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണം. ഈ ഹർജിയിൽ ഇടപെടൽ നടത്തിയാൽ വിചാരണ വീണ്ടും വൈകും. ആ സാഹചര്യം ഒഴിവാക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ആ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് എന്നാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.
റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.